സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈസ്റ്ററിന്റെ 5-ാം ആഴ്ചയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മിൽ പ്രവർത്തിക്കുന്ന ആ ദൈവീക ശക്തി, അത് ദൈവത്തിന് നമ്മോടുള്ള കരുണയാണ്. ഇന്നലെ നമ്മളത് ചിന്തിച്ചു. നമ്മളിൽ പ്രവർത്തിക്കുന്ന ദൈവിക ശക്തി അത് സ്നേഹമാണ്. ദൈവസ്നേഹവും പരസ്നേഹവുമാണ് നമ്മളുടെ ഇന്ധനം. നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ ഇന്നിപ്പം പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ ബാറ്ററിയൊക്കെ വെച്ച് എന്തെങ്കിലും ഒരു ശക്തി വണ്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമാണ്. ഇപ്പം നമ്മളുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകുന്ന അതിനുള്ള ഇന്ധനം സ്നേഹമാണ്. നമ്മളിൽ ആവോളം സ്നേഹം നിറയ്ക്കുക നമ്മളുടെ ജീവിതത്തിൽ ജീവിതാവസാനം വരെയും നിത്യതയിൽ വരെ ഓടിയെത്തേണ്ടവരാണ് നമ്മൾ. അപ്പം നിത്യത വരെ ഓടിയെത്തേണ്ടതിനായിട്ട് നമ്മുടെ ഉള്ളിൽ സ്നേഹം കരുതി വയ്ക്കുക. അതുപോലെ തന്നെ ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം തിരിച്ചറിയണം. ഇത് നമ്മളുടെ ആരുടെയും ഒരു പ്രവൃത്തി കൊണ്ടുമല്ല, നമ്മളാരും ഒന്നും ചെയ്തുകൊണ്ടല്ല. പൗലോസ് അതേക്കുറിച്ച് എഫേസ്യ ലേഖനം 1 പറയുന്നുണ്ട്, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും എന്ന് പറയുക യേശു ക്രിസ്തുവിന്റെ യോഗ്യത അവൻ നമുക്ക് വേണ്ടി സഹിച്ചതുകൊണ്ട് പാപികളായിരിക്കെ, അല്ലെ, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും നമ്മിൽ നിന്ന് എടുത്തു മാറ്റി, മാത്രമല്ല നമ്മിൽ തന്റെ അപരിമേയമായ കൃപ, ദൈവ സ്നേഹം, ദൈവിക ശക്തി നമ്മിൽ നിറച്ചു എന്ന് പറയുമ്പോൾ ദൈവം ഇന്ന് നമ്മിലൂടെ പ്രവർത്തിക്കുകയാണ്. മനുഷ്യ ശരീരം എടുത്തു വന്ന 33 വർഷം ഭൂമിയിലുണ്ടായിരുന്ന ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചത് ഇന്ന് നമ്മുടെ ശരീരത്തിൽ തന്റെ ആത്മാവിൽ വസിക്കുന്ന ദൈവമാണ്. അവിടത്തേക്ക് ശരീരമില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നാം അവിടത്തേക്ക് സമർപ്പിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ചിന്തിച്ചാണ്, നമ്മൾ ഈ ആരാധന എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ശരീരത്തെ ദൈവത്തിന് അടിയറ വയ്ക്കുന്നതാണ് ആരാധന. റോമർ 12 പലപ്പോഴും ചിന്തിച്ചാണല്ലേ, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു ജീവിക്കുന്ന ബലിയായി നിങ്ങൾ സമർപ്പിക്കണം. പണ്ട് യഹൂദരുടെ ബലി നമുക്കൊരു ആടുകളെയൊക്കെ കൊന്നിട്ട് അതിന്റെ ജീവൻ എടുത്തുകൊണ്ട് യേശു പറഞ്ഞു, യേശുവാണ് നമുക്ക് വേണ്ടി യഥാർത്ഥ കുഞ്ഞാടായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു മനുഷ്യ ശരീരം എടുത്തു. കഴിഞ്ഞ് നമ്മൾ ചിന്തിച്ചു, നമ്മെപ്പോലെ പാപം ചെയ്ത നമ്മുടെ ശരീരത്തിന് അതേ മാതൃകയിൽ ഒരു ശരീരം എടുത്തുകൊണ്ട് ഭൂമിയിൽ വന്ന് ജീവിച്ചിട്ട് ശരീരം മുഴുവനും തകർക്കപ്പെട്ടു. അതായത് നമ്മുടെ പാപത്തിന്റെ ഫലമായി നമ്മുടെ ശരീരത്തിന്റെ സകല മേഖലയിലും വന്ന സകല പാപങ്ങളും പരിഹരിക്കപ്പെടാൻ യേശു നമുക്ക് വേണ്ടി സഹിച്ചു. നാം ഒന്ന് അറിയണം, ഇന്ന് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ തിന്മ നമ്മളെ ആക്രമിക്കുമ്പോൾ, നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തകർന്നു വീഴാതിരിക്കാൻ നമ്മൾ നോക്കേണ്ടത് യേശുവിലേക്കാണ്. അവന് മരിച്ചുയർത്തവനാണ്. അവനിന്ന് കല്ലറയിലൊന്നുമല്ല, അവനിന്ന് ക്രൂശിലല്ല, അവനിന്ന് ഉത്ഥാനം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് എല്ലാ അധികാരവും. ഈ ഒരു ബോധ്യം, ഇതാണ് വിശ്വാസം എന്ന് പറഞ്ഞത്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ പിശാച് നമ്മളെ ചതയ്ക്കുന്നവർ ചതയ്ക്കും. എല്ലാ രീതിയിലും നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരായിട്ട് ചതയ്ക്കും, നമ്മുടെ ജീവിതം അസ്വസ്ഥപ്പെടുത്താനായിട്ട്. അത് മതിയല്ലോ, നമുക്ക് കൂടെയുള്ളവരെ ഇല്ലാതെ അങ്ങനെ മുമ്പോട്ട് പോകുന്നല്ലേ. അപ്പൊ നമ്മുടെ കൂടെയുള്ളവരെയും നമ്മയൊക്കെ സാത്താന് വിശ്വാസത്തെ നമ്മളിലൂടെ നമ്മളോ രക്ഷപ്പെട്ടു, ഇനി ഇവരിലൂടെ ആരും രക്ഷപ്പെടാൻ പാടില്ല എന്ന് കണ്ടുകൊണ്ട് സാത്താൻ അങ്ങേയറ്റം നമ്മളെ പീഡിപ്പിക്കും. ഈശോ പത്രോസിന് പറഞ്ഞൊരു വാക്കുണ്ട്, ലൂക്ക 22, ഇതാ സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ ഞാനോ നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. നീ തിരിച്ചു വന്നു. നമുക്ക് എന്തെല്ലാം സഹനമുണ്ടായാലും അത് യേശു കാൽവരിയിൽ നമ്മളെ ഇടയ്ക്കൊക്കെ ചിന്തിച്ചായിരുന്നു, നമ്മൾ ഒറ്റയ്ക്കല്ല. ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കുമ്പോൾ നാം അവന്റെ ഉള്ളിലാണ്. അവൻ നമ്മളെ വഹിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മളെ ഉള്ളിൽ, അതായത് നമ്മളുടെ ശരീരത്തിൽ
ഉള്ള സഹനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള സഹനങ്ങൾ, ക്രിസ്തു ആത്മാവായി നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഇനി അനേക ആത്മാക്കളെ രക്ഷപ്പെടുത്താനുള്ള ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ ഒരു തുടർച്ചയാണ് തിരുസഭയിലായിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള ഓരോ ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ക്രിസ്തു ഇന്ന് നമ്മിലൂടെ സഹിക്കുന്ന ആ സഹനമാണ് എന്ന് പറയുമ്പോൾ നാം അറിയേണ്ടത്, നാം വീണു പോകില്ല, വീണ് കിടക്കുന്ന എഴുന്നേക്കും. കാരണം യേശു ഉത്ഥാനം ചെയ്തവനാണ്. നമ്മളത് അറിയണം. ഇന്ന് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ ഉള്ളത് കൊണ്ട് നമ്മൾ വീണാലും അവിടെ കിടക്കയിൽ എഴുന്നേക്കും. കാരണം അവൻ മരിച്ചു ഉയർത്തവനാണ്. മാത്രമല്ല അവൻ എല്ലാ അധികാരവും ഉള്ളവനാണ്. ആണ് പൗലോസ് പറഞ്ഞത്, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ നമ്മളിത് മറന്നുപോകരുത്. സാത്താൻ നമ്മളിത് മറപ്പിക്കാൻ ശ്രമിക്കും. ഭയവും ഉത്കണ്ഠയും നിരാശയും കുറ്റബോധവും ഒക്കെ നമ്മുടെ ഉള്ളിൽ കൊണ്ടിട്ട് ദൈവം എന്നെ കൈവിട്ടു. ഇല്ല, നമ്മളെ കൈവിട്ടതല്ല. ക്രിസ്തു നമ്മളിലൂടെ അനേക ആത്മാക്കളെ നേടുന്നൊരു പ്രക്രിയയാണെന്നൊരു ക്രിസ്ത്യാനിയുടെ സഹനം. അതായത് വീണ്ടും പറയാം, ഇന്ന് ശരീരമില്ലാത്ത ക്രിസ്തു ഇന്ന് നമ്മുടെ ശരീരത്തിൽ വസിക്കുകയാണ്, നമ്മുടെ ആത്മാവിൽ വസിക്കുകയാണ്. ആത്മാവായിട്ട് നമ്മുടെ ഈ ശരീരം നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുത്തതാണ്. നമ്മുടെ ആരാധന എന്ന് പറഞ്ഞാൽ ആരാധന, നമ്മൾ ദൈവത്തെ ആരാധിച്ചപ്പോൾ എന്ന് പറയുമ്പോൾ വീണ്ടും ഓർപ്പിക്കുകയാണത്. നമ്മൾ ഈ ആരാധന എന്നൊക്കെ പറയുന്നതിന് അർത്ഥം ശരിക്കും മനസ്സിലാകുമ്പോഴാണ് അല്ലെ, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും, റോമർ 12:1-2, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു ജീവിക്കുന്ന ബലിയായി നിങ്ങളെ തന്നെ സമർപ്പിക്കുവിൻ. പരിശുദ്ധ അമ്മ ചെയ്തതാണ്. അമ്മയുടെ ശരീരത്തിൽ നിന്നും ശരീരം എടുക്കാനായിട്ട് ദൈവം അനുവാദം ചോദിച്ചപ്പോൾ മറിയത്തിൻ്റെ ശരീരം വിട്ടുകൊടുത്തു. ഇതാ ഞാൻ പൂർണ്ണമായും നിന്റെ വചനം മാത്രം എൻ്റെ ഈ ശരീരത്തിൽ നിറവേറട്ടെ, നിന്റെ വചനം നിറവേറട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ നയിക്കുന്നവരിലും അത് ദൈവവചനം നിറവേറുന്നുണ്ട്. നമ്മളത് അറിയണം. അപ്പോൾ നമ്മളത് വിട്ടുകൊടുക്കണം. നമ്മുടെ ശരീരം, നമ്മുടെ സഹനങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെയും ഇത് നമ്മളുടെ കൂടെയുള്ളവരെയും അനേകരെയും നേടാനായിട്ട് യേശു നമ്മിൽ വസിച്ചുകൊണ്ട്, കുദാശയിലൂടെ യേശു നമ്മിൽ വസിച്ചുകൊണ്ട് അനേകരെ നേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരിക്കലും ചിന്തിക്കരുത്, എന്നെ കൈവിട്ട് എനിക്ക് സഹനമൊക്കെ ഉള്ളത് എന്നെ ദൈവം ഇല്ല. ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സഹനം. ദൈവം കൂടെയുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമുക്കറിയാം പൗലോസിന്റെ മാനസാന്തരം നമുക്കറിയാം. പൗലോസിന് ഇടയ്ക്ക് ചിന്തിച്ചാണല്ലോ, സ്തേഫാനോസിന്റെ ക്ഷമിച്ചുള്ള പ്രാർത്ഥനയാണ് സാവൂളിനെ പൗലോസാക്കി മാറ്റിയത്. അപ്പോൾ ഈ മാനസാന്തരപ്പെട്ട സാവൂള് നമുക്കറിയാം, സംഭവം നമുക്കറിയാം. ഡമാസ്കസിലേക്ക് അവിടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കുതിരപ്പുറത്ത് വാഞ്ഞു പോകുമ്പോൾ സ്തേഫാനോസിന്റെ ക്ഷമിച്ചുള്ള പ്രാർത്ഥന ഒരു ഇടിമിന്നലായി അല്ലേ. ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക, എങ്കിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ ഞാൻ അവന്റെ മേൽ അയക്കുമെന്ന സുഭാഷിതങ്ങളെ 25:21 വചനം നിറവേറും. അതായത് സ്തേഫാനോസ് ക്ഷമിച്ച് താൻ മരിച്ചു വീഴുമ്പോഴും ഈ സാവൂളിന് വേണ്ടി ദൈവമേ ഈ കുറ്റം അവരുടെ മേൽ ആരോപിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിച്ചു പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന തൻ്റെ ശത്രുവായ, തന്നെ ഉപദ്രവിക്കുക, തന്നിലൂടെ സാത്താൻ ഒരു ഉപകരണമാക്കി മാറ്റിക്കൊണ്ട് സാവൂളിനെ, തൻ്റെ വിശ്വാസത്തെ തകർക്കാൻ, അനേക ക്രിസ്തീയ സഭയെ തകർക്കാൻ വേണ്ടി സാവൂള് പ്രവർത്തിച്ചപ്പോൾ സ്തേഫാനോസ് തിരിച്ചു, അത് അവനല്ല, സാവൂളല്ല, അവൻ്റെ ഉള്ളിലൂടെ തിന്മയാണ്. അതുകൊണ്ട് ഈ കുറ്റം അവൻ്റെ മേൽ, സാവൂളിന് മേൽ ആരോപിക്കരുത്, അങ്ങേക്കരുത്, സാത്താനാണിത് പ്രവർത്തിച്ചത് എന്ന് നമ്മൾ ചിന്തിച്ചില്ലേ. അതായത് ഈ ദൈവം ചോദിക്കുമ്പോൾ ആദം നീ എവിടെ? ആദം തെറ്റി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ആദം എന്താ പറഞ്ഞു? ആദം പറഞ്ഞു, നീ എനിക്ക് അവളായി, നീ തന്നെ സ്ത്രീ അവളാ, എനിക്ക് നീ കൂട്ടിന് വന്ന് എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞ് നിനക്ക് ചേർന്ന് ഇണയെ തരും എന്ന് പറഞ്ഞില്ല. അവളാണ് ചെയ്തത്, അവള് മൂലമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞ് ആദം ഹവ്വായെ കുറ്റം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആദത്തെ ദൈവം വിധിച്ചില്ല. മാത്രമല്ല ആദം പഴിചാരിയ ഹവ്വായെയും ദൈവം വിധിച്ചില്ല. ഹവ്വ പറഞ്ഞെന്ത്? സർപ്പം എന്നെ വഞ്ചിച്ചെന്ന്. നമുക്കറിയാം, അടികിട്ടിയത് സർപ്പത്തിനാണ്. ഇപ്പം നമ്മളറിയണം, നമ്മൾ എത്ര പാപികളായിരുന്നാലും നമ്മളെ അടിക്കാതെ, നമ്മളെ ശിക്ഷിക്കാതെ,
നമ്മളെ പാപത്തിന് അടിമയാക്കി സാത്താനോട് പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവം. അതാണ് റോമർ 12 പറഞ്ഞത്, നിങ്ങൾ തന്നെ പ്രതികാരം. നമ്മൾ പലപ്പോഴും വ്യക്തികളെയാണ് കാണുന്നത്, അവരാണ് ഈ പ്രശ്നം നമുക്ക് ഉണ്ടാക്കുന്നത്. അവരോട് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ യേശു കാൽവരിയിൽ അവർക്ക് വേണ്ടി കൂടി മരിച്ചതാണ്, അവരെ വീണ്ടെടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അറിയാതെ യേശു സ്നേഹിക്കുന്നവർക്കെതിരെ നമ്മൾ പ്രതികാരം ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കുമ്പോൾ നമ്മൾ യേശുവിന്റെ ശത്രുവായി മാറുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശത്രുക്കൾ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ, നമ്മൾ ചിന്തിച്ചു, ഒരു മനുഷ്യനുമല്ല. പത്രോസിലെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ശത്രുവായ പിശാച്, അത് നമ്മൾ അറിയണം. അപ്പോൾ നമ്മളുടെ ശത്രുവായ പിശാചും നമ്മളുടെ ശത്രുവായ ലോകമോഹങ്ങളും ജഡമോഹങ്ങളും നമ്മുടെ ശരീരത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് സാത്താൻ നമ്മുടെ ആത്മാവിനെ നിഷ്ക്രിയമാക്കാൻ, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ആത്മാവിനെ കെട്ടിയിട്ടിട്ട് ബന്ധനം എന്നൊക്കെ പറയും, ബന്ധനം, മദ്യപാനം, മയക്കുമരുന്ന്, ജഡിക പാപങ്ങൾ, ആസക്തികൾ എന്തെല്ലാമാണ്. അതുപോലെ ശരീരത്തിൽ ദുരാത്മാക്കൾ കയറിയിട്ട് ശരീരത്തിനെയും മനസ്സിനെയും ബന്ധിച്ചിട്ട് ആത്മാവിന് ദൈവത്തെങ്കിലേക്ക് നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ, എൻ്റെ ആത്മാവേ നീ എന്തിനാണ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചു ഞരങ്ങുന്ന സങ്കീർത്തനം 42 ഇങ്ങനെ ബന്ധനത്തിൽ കിടക്കുന്ന ഒരു ആത്മാവിൻ്റെ രോദനം. അപ്പോൾ നമ്മുടെ ഈ ആത്മാവ് സ്വതന്ത്രമാണെങ്കിൽ നമ്മുടെ ശരീരം നമ്മൾ ദൈവത്തിന് അടിയറ വെക്കണം. 2, നമ്മുടെ മനസ്സും നമ്മൾ ദൈവത്തിന് അടിയറ വെക്കണം. കാരണം എല്ലാ പാപങ്ങളും പാപത്തിന്റെ ചിന്തകളും ആരംഭിക്കുന്നത് മനസ്സിലാണ്. മനസ്സിൽ തോന്നിയിട്ട് ശരീരം കൊണ്ട് പാപം ചെയ്യാണ്. അപ്പൊ നമ്മുടെ ശരീരവും മനസ്സും കൂടിയാണ് നമ്മുടെ ആത്മാവിനെതിരായി പാപം ചെയ്യുന്നത് എപ്പോഴും. അതാണ് ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചത്, ദൈവം നോക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെതായ നമ്മളിലുള്ള നമ്മുടെ ആത്മാവ് ഇങ്ങനെ ഈ ശരീരവും മനസ്സും കൂടെ കെട്ടിയിട്ടിരിക്കുകയാണ്, സാത്താനെ ഉപയോഗിക്കുകയാണ്. നമ്മുടെ ആത്മാവ് നിലവിളിക്കാണ് എപ്പോഴും. അപ്പൊ ഓരോ പാപിയുടെ ഉള്ളിലും ഒരു ബന്ധനസ്ഥനായ ആത്മാവുണ്ട്. ആ ആത്മാവിനെ കാണുമ്പോഴാണ്, ആത്മാവിനെ ദൈവത്തിന് കാണാൻ പറ്റുന്നവനാണ് ദൈവം ഒരു പാപിയെ വിധിക്കാതെ, അതാണ് ആദത്തെ വിധിക്കാതെ അടുത്ത ആള് ഹവ്വായി, കാരണം അവിടെ ഉള്ളിൽ ആത്മാവ് ബന്ധനത്തിൽ കിടക്കുന്ന കർത്താവ് കാണും. ആരാണ് ബന്ധിച്ച ദൈവം? അതുകൊണ്ടാണ് സാത്താൻ 13:15 സാത്താനോട് പറയുകയാണ്, സർപ്പത്തോട്, നിനക്കെതിരെയാണ് എൻ്റെ കാലുയർ, നിന്നെയാണ് ഞാൻ തകർക്കാൻ പോകുന്നത്, നിന്നെയാണ് ദൈവപുത്രനായ യേശു തകർക്കാൻ പോകുന്നതെന്ന് വിധി പ്രസ്താവിച്ചു പറയുന്നത്. നമ്മളത് അറിയണം. ഇന്നും ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ദൈവം പ്രതികാരം ചെയ്യുന്നത് സാത്താനെതിരായിട്ടാണ്, ഒരു മനുഷ്യനെതിരായിട്ടല്ല. ഞാൻ പറഞ്ഞു, ആദത്തോട് പ്രതികാരം ചെയ്തില്ല, ഹവ്വായോട് പ്രതികാരം ചെയ്തില്ല, സാത്താനോടാണ് പ്രതികാരം ചെയ്യുന്നത്. കാൽവരി കുരിശിൽ യേശു പ്രതികാരം ചെയ്തു. നമുക്കറിയാം യേശുവിന്റെ പ്രതികാരമാണ്. ഇപ്പോൾ സക്കറിയ പറഞ്ഞ, കരബലത്താലല്ല സൈന്യബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ്. അതായത് ശരീരവും മനസ്സും ബന്ധിച്ച് പാപത്താൽ ബന്ധിതമായ മനുഷ്യരെ സാത്താൻ കെട്ടിയിട്ടിരിക്കുമ്പോൾ യേശു തന്റെ ശരീരവും മനസ്സും ദൈവത്തിനായി പൂർണ്ണമായും അടിയറ വെച്ചു. അതിനുവേണ്ടി ഭൂമിയിലേക്ക് വരാനായി താൻ തെരഞ്ഞെടുത്ത തന്റെ അമ്മയായി ജനിക്കേണ്ടിയിരുന്ന പരിശുദ്ധ കന്യകാമറിയവും അതുപോലെ തന്നെ തന്റെ ശരീരവും മനസ്സും പൂർണ്ണമായി ദൈവത്തിനായി. മറിയത്തെക്കുറിച്ച് പറഞ്ഞാൽ, മറിയത്തിന്റെ ജീവിതത്തില് സ്വപ്നത്തിലോ ചിന്തകളിലോ വിചാരത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഒരു പാപവും ചെയ്യുകയില്ല. അപ്പൊ മറിയം സമ്പൂർണമായും ദൈവത്തിനായി സമർപ്പിതയായ ദൈവ കൃപ നിറഞ്ഞവളെ എന്ന് ദൂതൻ അഭിസംബോധന ചെയ്തു. അപ്പൊ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് വരുവാൻ അതിനാണ് ഈ ആരാധന സമർപ്പിക്കുന്നത്. നമ്മുടെ ആരാധന, നമ്മുടെ ശരീരവും മനസ്സും, റോമർ 12:2, നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ശരീരം അല്ലേ, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു ജീവിക്കുന്ന ബലിയായി. അതായത് ഞാൻ ഇനി പാപം ചെയ്യുകയില്ല എന്ന് നമ്മൾ പറയുന്ന മേഖലയുണ്ട്. ഇനിമേ ഞാൻ പാപം ചെയ്യില്ല, മരിക്കേണ്ടി വന്നാൽ ഇനി ഞാൻ പാപം ചെയ്യില്ല, ആരോടും വെറുപ്പുണ്ടാകുകയില്ല, വിദ്വേഷം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുകയില്ല, ഇനി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് പാപം ചെയ്യില്ല, ജഡം കൊണ്ട് പാപം ചെയ്യില്ല, വചനമനുസരിച്ച് മാത്രം ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞ് നമ്മളെ ജീവിതം അടിയറ വെക്കുന്നതിനാണ് ആരാധന എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിന്റെ കടമ്പല്ല. ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, ദൈവം ആത്മാവായി നമ്മുടെ ആത്മാവിലേക്ക് കടന്നു. ഒന്ന് നമ്മുടെ മനസ്സിന്റെ കടമ്പ, രണ്ടാമതാണ് റോമർ 12:2 പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരീകരണം പ്രാപിക്കുവിൻ. മനസ്സിന്റെ നവീകരണം എന്ന് പറയുക, മനസ്സാക്ഷി, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെ, നമ്മുടെ ചിന്തയിലുള്ള കാര്യങ്ങളെ, അത് നമ്മളെ ചിന്ത, അത് ശരിയല്ല. അവിടെയാണ് മാനസാന്തരം.
എൻ്റെ ചിന്തകൾ, എൻ്റെ മനോഭാവങ്ങൾ ശരിയല്ല. മാനസാന്തരം, മനോഭാവത്തിന് അന്തരം മാറ്റം. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും അത് അങ്ങനെയല്ലത്. ദൈവവചനത്തിന് അധിഷ്ഠിതമായിരിക്കണം. എൻ്റെ വചനം, അവരുടെ ഉള്ളിൽ എൻ്റെ വചനം ഞാൻ നിക്ഷേപിക്കുമെന്ന് ജെറമ്യാ പറഞ്ഞതാണ്. അവരിനി നോക്കുന്നത് മനസ്സിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഭിത്തിയിൽ എഴുതിയിട്ടിരിക്കുന്നത് എനിക്ക് ജാതിയാ കിട്ടിയതല്ല, തലമുറയിലൂടെ കിട്ടിയതല്ല, അത് ഈ ലോകത്തിലെ അനുഭവങ്ങളിലൂടെ കിട്ടിയതല്ല. പിന്നെ ദൈവം എൻ്റെ ഹൃദയത്തിൽ, അതാണ് ജെറമ്യാ പത്രോസ് പറഞ്ഞില്ലേ, അത് പിന്നെ മഷി കൊണ്ടല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയ ദൈവവചനം, അവിടെയാണ് നമുക്ക് മാനസാന്തരം. നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം നിക്ഷേപിച്ച് എസെക്കിയേലും പറഞ്ഞു, ഞാൻ അവരുടെ മേൽ ഞാൻ എൻ്റെ ശുദ്ധജലം തളിക്കും, എൻ്റെ വചനം, എൻ്റെ ആത്മാവിനെ ഞാൻ അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. അവരൊരു പുതിയ ജനമാകും. അവരുടെ കല്ലുപോലെ കഠിനമായ ഹൃദയം എടുത്തു മാറ്റി മാംസഹൃദയം അവർക്ക് നൽകും. അവരെൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവമായിരിക്കും. അവരെന്നെ ഇനി അപ്പാ പിതാവേ എന്ന് വിളിക്കുന്നൊക്കെ ജെറമ്യാ 31 പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളുടെ മനസ്സിനും ശരീരത്തിനും മാറ്റം, അല്ലെങ്കിൽ ശരീരവും മനസ്സും ദൈവത്തിന് നമ്മൾ അടിയറ വെക്കണം. കാരണം ലോകമോഹങ്ങളും ധനമോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ അത് സാത്താൻ നമ്മളെ കൊണ്ടുപോകുന്ന വഴിയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട്, അല്ലേ, നമുക്ക് എപ്പോഴും ചിന്തിക്കാൻ ഇനിയും ലിയോ 14 മാർപ്പാപ്പയുടെ സഭ, നമ്മൾ അഗസ്റ്റീനിയൻ ഓർഡർ, സെയിന്റ് അഗസ്റ്റിൻ ഒന്നും ചിന്തിക്കാനുള്ള ഒരു വിശുദ്ധനാണ്. മാനസാന്തരത്തിന്റെ വലിയ അനുഭവം, ആ അനുഭവത്തിൽ നിൽക്കുന്നവരാണ് ഇന്നത്തെ നമ്മുടെ മാർപ്പാപ്പ. എല്ലാ ദിവസവും ഒരു ദിവസം പോലും ലിയോ 14 മാർപ്പാപ്പ സെയിന്റ് അഗസ്റ്റിനെ കുറിച്ച് ഓർക്കാതെ പോകില്ല. കാരണം എന്താ? താൻ സെയിന്റ് അഗസ്റ്റിന്റെ ജീവിത മാതൃക അനുസരിച്ചാണ് ഒരു വൈദികനാകാൻ തീരുമാനമെടുത്തത് ആദ്യം. ഓരോ ദിവസവും സെയിന്റ് അഗസ്റ്റിനോട് പ്രാർത്ഥിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് വലിയ മാനസാന്തരം നൽകണമേ. ജഡത്തിലും മനസ്സിലും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അനേക കാര്യങ്ങൾ ദൈവഹിതമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ശരീരവും മനസ്സും ദൈവത്തിനായിട്ട്, ഞാൻ പറഞ്ഞ ഈ കാലഘട്ടങ്ങളിൽ വലിയ മാനസാന്തര കൃപയുടെ വഴി ദൈവം തുറന്നിടുകയാണ്. തിരുസഭയിൽ ഒരു പുതിയ യുഗം സഭയിലെ ലിയോ 14 മാർപ്പാപ്പ മാനസാന്തരത്തിന്റെ കഥയായ, മാനസാന്തരത്തിന്റെ വഴിയായ സെയിന്റ് അഗസ്റ്റിനെ അനുഗമിച്ചുകൊണ്ടൊരു വൈദികനായി, മെത്രാനായി, കർദിനാളായി, മാർപ്പാപ്പയായി നിൽക്കുമ്പോൾ നമ്മളത് കാണണം. വിശ്വാസം, നമുക്ക് നന്ദി പറയണം ദൈവത്തിന്. അപ്പം ഇന്ന് പരിശുദ്ധാത്മ നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മളുടെ ഈ മനോഭാവത്തിന് മാറ്റം ഉണ്ടായി. നമ്മളെ എന്ത് കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിലും അതിൽ നമ്മുടെ ശരീരം ദഹിപ്പിക്കാൻ കൊടുത്താൽ നമ്മുടെ മനോഭാവം സ്നേഹത്തിൽ അധിഷ്ഠിതമല്ലെങ്കിൽ ഒരു പ്രയോജനം എന്നാണ് ഇന്നലെ ചിന്തിച്ചത്. നമ്മളെങ്ങനെയും മറ്റുള്ളവരോട് ക്ഷമിക്കണം എന്നുള്ള ചിന്തയാണ് സ്നേഹം. അത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് ആവശ്യമാണ് ഇന്നലെ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ സാത്താന് തിരിച്ചു എന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ നോക്കുമ്പോൾ സാത്താൻ പതുക്കെ ചിന്ത വരും, നീ ആള് മോശമല്ലല്ലോ, നിന്റെ കരങ്ങളിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, നീ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെ നിന്നിലൂടെ ദൈവം സംസാരിക്കുന്നു, നീ പറയുമ്പോൾ അതുപോലെ ആൾക്കാർ അതുപോലെ സംഭവിക്കുന്നു, നീ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം കിട്ടുന്നു, അപ്പോൾ നീ ആള് മോശമല്ല, നീ വലിയ അല്പം കൂടിയ പുള്ളിയാണെന്നുള്ള ചിന്ത പിശാച് നമ്മുടെ ഉള്ളിൽ ഇട്ടുതരും. അവിടെയാണ് നമ്മൾ വീണ്ടും നിന്റെ ആദ്യ സ്നേഹം എവിടെയെന്നൊക്കെ വെളിപാട് 2 ചോദിച്ചിട്ടുണ്ട്. നിന്റെ ആദ്യ സ്നേഹം എവിടെ? ആദ്യം എനക്കുണ്ടായിരുന്നപ്പോ ആ മാനസാന്തരം ഉണ്ടല്ലോ. ഇപ്പൊ നീ കൃപയിലൊക്കെ നിറഞ്ഞപ്പോ സാത്താൻ നിന്റെ ഉള്ളിൽ കൊണ്ടിരുന്ന ചിന്ത, ഞാനെന്തോ വലിയ ആളാണെന്നുള്ള ചിന്ത, അത് നമ്മളെ വീണ്ടും തകർച്ചയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ചിന്തയാണ് പരിശുദ്ധാത്മ. ഇന്ന് സങ്കീർത്തനം 115 ആഗോള സഭയിലെ പുതിയ വചന സങ്കീർത്തനം. അവിടെ പറയുന്നതാണ്, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെ പ്രതിയും വിശ്വസ്തയെ പ്രതിയും അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഒരു പാടാറുണ്ടല്ലോ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല. അത് നമ്മൾ പണ്ടൊക്കെ എന്നും ആലോചിക്കുന്നത്. ഇതൊരു മേഖലയാണ്. അതായത് സഭയിൽ ഇന്ന് അധികാരങ്ങളും കൃപകളും കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ മത്തുപിടിച്ച് അതിൽ മയങ്ങി പിന്നെ നമ്മുടെ ആരാധന, നമ്മൾ കൊടുത്ത ശരീരവും മനസ്സും ഒക്കെ ഉണ്ട്, വീണ്ടും സാത്താൻ്റെ അടിമത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിനാണ് പത്രോസിനോട് പറഞ്ഞ വളരെ സൂക്ഷിക്കുക. സാത്താൻ നിന്നെ അടിമയാക്കാൻ ശ്രമിക്കുന്നു. നീ ഇന്ന് ആരെല്ലാം മരിക്കേണ്ടി വന്നാലും നീ എന്നെ തള്ളിപ്പറയില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, സാത്താൻ നിന്നെ ഭയങ്കരമായിട്ട് പരീക്ഷിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ കോഴി കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും.
ഇല്ല ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് പത്രോസ് നമുക്കറിയാം ആണയിട്ട് ശപിച്ച്, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറയുക മാത്രമല്ല ആണയിട്ട് ശപിച്ച് യേശുവിനെ തള്ളി പറഞ്ഞു. അപ്പൊ ഈ ഒരു മേഖല ഉണ്ടാകുമെന്നുള്ള ഒരു അവബോധം ഈ ഉത്ഥാനത്തിരുന്നാൾ കടന്നു പോകുമ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പരിശുദ്ധാത്മ ഓർപ്പിക്കുകയാണ്. അതായത് ദൈവത്തിനാണ് എപ്പോഴും മഹത്വം. എന്താണ് ദൈവമാണ് പൗലോസ് എഫേസോസിൽ പറഞ്ഞത്? ദൈവകൃപ നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവം. പൗലോസ് 2 എഫേസോസ് 2 പറയുന്നത് ഇത് വിശ്വാസം വഴി കൃപയാലാണല്ലോ ദൈവം നമ്മളുടെ വിശ്വാസത്താൽ നമ്മുടെ ദൈവയുടെ ശരീരവും മനസ്സും ആരാധന നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി, റോമർ 12:2, നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി നിങ്ങളുടെ ജീവിതം അപ്പോൾ നല്ലതും ദൈവഗത പ്രകാരമുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവവചനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ മനസ്സും ശരീരവും നമ്മൾ നിരന്തരം ദൈവത്തിനാണ്. അതാണ് ആരാധന എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ പണ്ടൊക്കെ ചിന്തിച്ച് നമ്മൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി ഒരു മണിക്കൂറിരിക്കുന്ന ആരാധനയാണ്. എന്നോട് ആരാധന എന്ന് വിളിക്കാം. അവിടെ നമ്മൾ പറയേണ്ടത്, ദൈവമേ നീ എൻ്റെ ആത്മാവിൽ വന്ന് എൻ്റെ ശരീരവും മനസ്സും നിനക്കാടി ഞാൻ അടിയറ വയ്ക്കും, നീ എൻ്റെ ആത്മാവിൽ വന്ന് വസിക്കണമേ എന്ന് പറഞ്ഞ് സമർപ്പിക്കുമ്പോഴാണ് ആരാധന പൂർണ്ണമാകുന്നത്. നമ്മൾ ആ ചാപ്പലിൽ നിന്ന് ആരാധനയുടെ ചാപ്പലിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിനെ ആത്മാവിൽ വഹിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ആരാധന പൂർണ്ണമാകുന്നത്. ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കായി ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ കുർബാന. ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കായി വരുമ്പോൾ, വിശുദ്ധ കുർബാന കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് ദൈവം ദിവ്യകാരുണ്യം ആത്മാവായി നമ്മൾ വസിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിലേക്ക്, ജോലിയിലേക്ക്, വീട്ടിലേക്ക് പോകുമ്പോൾ ദൈവം നമ്മൾ വസിക്കുന്ന പ്രക്രിയ, അതാണ് യഥാർത്ഥമായ ആരാധന. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ നാം അറിയണം. ഇതറിയുക മാത്രമല്ല, പ്രലോഭനം ഉണ്ടാകുമ്പോൾ പറയാൻ, ഇന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഒരു സംഭവം അതാണ് പറയാൻ വന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഇന്ന് പൗലോസും ബർണ്ണബാസും കൂടെ നമുക്ക് ഇക്കോണി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ പീഡിയെ കൊണ്ട് അവരെ പീഡിപ്പിച്ചു ആദ്യം. അത് കഴിഞ്ഞ് കല്ലെറിയാനുള്ള നീക്കമൊക്കെ ഉണ്ടായി. അവിടുന്ന് അവർ പലായനം ചെയ്തു. ലിസ്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. അപ്പോസ്തലർ 14 ലിസ്ത്രായിൽ കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രായിൽ ഉണ്ടായിരുന്നു. ജന്മനാ മുടന്തനായിരുന്നു, അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ജന്മനാ മുടന്തനായിരുന്നു ലിസ്ത്രായിൽ ഒരു മനുഷ്യൻ, അവൻ ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. ആരോ അവനെ ഈ മീറ്റിങ്ങിൽ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. പൗലോസും ബർണ്ണബാസും പ്രസംഗിക്കുന്ന ഈ മീറ്റിങ്ങിൽ അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. ഇതൊരു മേഖലയാണ് പറയുന്നത്. നമുക്ക് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ആളിൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെന്ന് കണ്ടാലേ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നുള്ളൂ. ഇതൊരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. ഇത് വലിയ മേഖലയാണ്. ആ പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു വളരെ ശ്രദ്ധയോടെ, അവൻ ആകാംക്ഷയോടെ. യേശുവിൻ്റെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. അനേകർ യേശുവിൻ്റെ അടുത്ത് വന്നുകൊണ്ട് യേശു വന്നില്ല, നിനക്ക് വേണ്ടി ഇത് ചെയ്തു തരാൻ എനിക്ക് കഴിയുമെന്ന് നിനക്ക് ഉണ്ടെന്ന് പറഞ്ഞ ശേഷമാണ് യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഇത് വലിയൊരു മേഖലയാണ്. അവനെ പൗലോസ് സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്ത ഈ പ്രവൃത്തി കണ്ട ജനക്കൂട്ടം ലിക്കവോനിയൻ ഭാഷയിൽ ഉച്ചത്തിൽ വിളിച്ച്, ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഇത് പിശാചിന്റെ പ്രവൃത്തിയാണ്. ഇത് പൗലോസിന്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം അടി കൊണ്ട് ഏറും കൊണ്ടിട്ടുണ്ട്. പൗലോസിനോട് കണ്ടുകൊണ്ട് പറയാണ്, ദേവന്മാർ വന്നിരിക്കും നമ്മുടെ ഇടയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനം അവിടുന്ന് ഇവർ ദേവന്മാരെന്ന് ഇവർക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ ആ കാളയൊക്കെ ആയിട്ട് മാലയൊക്കെ ആയിട്ട് ഇവർ ദേവന്മാരാന്ന് ഇവർക്ക് മാലയിട്ട് ഇവരുടെ മുമ്പിൽ കൊണ്ട് കാളയെ ബലിയർപ്പിക്കാനായിട്ട് ദേവന്മാരാന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനം മുമ്പോട്ട് വന്നപ്പോൾ പൗലോസ് ബർണ്ണബാസും വസ്ത്രം കീറി ഓടി ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഓടി ചെന്ന് വിളിച്ചത്, ഹേ മനുഷ്യരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ്? ഞങ്ങളും, ഇവിടെയാണ് വ്യത്യാസം, പൗലോസിന്റെ മാനസാന്തരത്തിന്റെ അനുഭവമാണ്. ഞങ്ങളും നിങ്ങളെ പോലെ തന്നെയുള്ള മനുഷ്യരാണ്. വ്യർത്ഥമായ രീതികളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തെങ്കിലേക്ക് നിങ്ങൾ തിരിയണമെന്ന് ഞങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നു. ഇത് ഞങ്ങളൊന്നുമല്ല. ഞങ്ങളുടെ ഈ ശരീരത്തിൽ ഇപ്പോൾ ക്രിസ്തു വസിക്കുകയാണ്.
ക്രിസ്തുവാണിത് ചെയ്തത് നല്ലൊരു ബോധ്യം പൗലോസിന്. ഇനിമേൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നാ പറഞ്ഞ പൗലോസ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, നമുക്ക് നല്ല അല്ലേ, ആളെ പൊക്കിക്കൊണ്ട് പോയി നമ്മളെ എടുത്തുകൊണ്ട് പോയി ബലി കർപ്പിച്ച് രാജാവാക്കി അവിടെ വലിയൊരാട്ട് ഇരുത്തിയേക്കായിരുന്നില്ലേ. ഇത് പലപ്പോഴും പൗലോസിന് ഇതിൽ പുസ്തകം 16 വായിക്കുന്നുണ്ട്. അവിടെ അല്ലേ നമ്മൾ ഒരു അടിമ പെൺകുട്ടിയെ പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചു കഴിഞ്ഞിട്ട് അവിടെയും ഇതുപോലെ തന്നെ ആ പെൺകുട്ടിയെ പൗലോസ് 16 നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് മുമ്പോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളെ കാണുന്നുണ്ട്. അവിടെ ഒരു അടിമ പെൺകുട്ടിയെ മോചിപ്പിച്ചതിൻ്റെ ഫലമായി അവർ പൗലോസിനെ പീഡിപ്പിച്ചിട്ട് അടിയൊക്കെ കൊടുത്തിട്ട് കാരാഗ്രഹത്തിലിട്ടു. അവിടെയും സ്വയം ഇല്ലാതായി ഞാനല്ല ഇത് ക്രിസ്തുവാണ് എന്ന് പറയാൻ, ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ വരെ. ഇത് പൗലോസിനെ കുറിച്ച് ഈ ആദ്യം മാനസാന്തരപ്പെടുന്ന സമയത്ത് നമുക്കറിയാം, ഡമാസ്കസിൽ വന്നപ്പോൾ പോകുന്ന വഴിക്ക് കണ്ണിൽ പ്രകാശം തലയിൽ വന്ന് വീണിട്ട് ഈ മാനസാന്തരം കണ്ണ് കാണാതായി ആ ഡമാസ്കസിലെ ഇങ്ങനെ ഒരു മുറിയിൽ താമസിക്കുമ്പോൾ അനനിയാസ് എന്നൊരു ദൈവ മനുഷ്യര് ദൈവം അയച്ചിട്ട് പറയാൻ അങ്ങോട്ട് അനനിയാസിനെ അയക്കുന്ന സമയത്ത് അനനിയാസിനോട് ദൈവദൂതൻ വന്ന് പറഞ്ഞ്, നീ ഇവിടെ ചെല്ലുക, ഇവിടെ ഒരു മനുഷ്യൻ നീ വരുമെന്നോർത്ത് കാത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അനനിയാസ് പറയുന്ന ഒരു സംഭവമുണ്ട്. അനനിയാസ് പറയാണ്, ഇവന്റെ അടുത്തോ, അയ്യോ ഇതുപോലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ മാനസാന്തരമൊന്നുമില്ല, അവന്റെ അഭിനയമായിരിക്കുമെന്ന് അനനിയാസ് പറഞ്ഞു. ഞാൻ പോകത്തില്ല, എന്തിനാ വെറുതെ പോയിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളൊരു കർത്താവ് അനനിയാസിനോട് മറുപടി പറഞ്ഞതെന്നറിയോ? അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ 9-ാമത്തെ അധ്യായം 15 കർത്താവ് അനനിയാസിനോട് പറഞ്ഞു, നീ പോവുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. ആരാ? ഈ സാവൂള്, പൗലോസ്. എന്റെ നാമത്താണ്, എന്റെ അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ 9:16 എന്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും. നമ്മളിത് കേൾക്കണ്ട ഈ വചനം. യേശു നാമത്തെ പ്രതി നമുക്ക് എന്തുമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ചുമ്മാ പറയില്ല, കാണിച്ചു കൊടുക്കും, അനുഭവിക്കാൻ വിട്ടുകൊടുക്കും. അപ്പം നമുക്ക് പറയാൻ പറ്റുമോ, ദൈവമേ യേശുവേ നിന്റെ നാമത്തെ പ്രതി സഹിക്കാൻ അല്ലേ? ഇന്നത്തെ നമ്മുടെ വായനയിൽ അവര് ഈ പൗലോസിനെയും ഇത് പൗലോസിന് വേണമെങ്കിൽ അവിടെ എല്ലാവരും കൂടെ ദേവന്മാരാക്കി അവരെ ഉയർത്തി വെക്കായിരുന്നു. പക്ഷേ അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സഹനം ഉണ്ടാവണം. പിശാച് വീണ്ടും അകന്ത കുറേ പേര് വന്നിട്ട് ഇവര് അങ്ങനെയാ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൗലോസിനെ കല്ലെറിഞ്ഞു. നിൽക്കണം, അവിടെ യഹൂദർ ജനങ്ങളെ പ്രേരിപ്പിച്ച പൗലോസിനെ കല്ലെറിയിച്ചു. മരിച്ചുപോയെന്ന് എന്ന് പറഞ്ഞാൽ കല്ലേറുകൊണ്ട് മരിച്ചതുപോലെ ഈ പൗലോസ് വീണവിടെ. മരിച്ചുപോയെന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. പൗലോസിനെ ഏറുകൊണ്ട് താഴെ കിടക്കുന്ന പൗലോസിനെ കാലെ പിടിച്ച് വലിച്ചുകൊണ്ടുപോയി. എന്തിനാ? പുറത്തു കൊണ്ട് കളയാൻ. അവനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. എന്നാൽ ശിഷ്യന്മാർ അവന് ചുറ്റും കൂടിയപ്പോൾ, ഇതൊരു കൂട്ടായ്മയാണ്, ശിഷ്യന്മാർ അവന് ചുറ്റും കൂടിയപ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ചു. എന്താ സംഭവിച്ചത്? അവൻ ചാടി എഴുന്നേറ്റു. കാരണം ഈ പൗലോസ് പറഞ്ഞപ്പോഴാണ് ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ ചാടി എഴുന്നേറ്റത്. അപ്പം പൗലോസിന്റെ കൂടെയുള്ള വിശ്വാസികൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചപ്പോൾ, പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ വിശ്വാസികൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചപ്പോൾ ദൂതൻ വന്ന് ഗേറ്റ് തുറന്നു വിട്ടതുപോലെയാണ്. ഇത് സഭയുടെ വലിയൊരു മേഖലയാണ്. അനേക ജീവിതങ്ങളെ നമ്മളുടെ ജീവിതത്തിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന ഒരു മേഖലയുണ്ട്. പ്രിയമുള്ളവരെ, പൗലോസ് എഴുന്നേറ്റ്, ഒരു കുഴപ്പമില്ല, എഴുന്നേറ്റ് പോയി. നമുക്കറിയാം, മാൾട്ടായി ചെന്നപ്പോൾ അവിടെ ഒരു അണലിപ്പാമ്പ് കയ്യെ ചാടിക്കയറി കടിച്ചു. ഇവനിപ്പോൾ മരിച്ചു വീഴുമെന്ന് നോക്കിയിരുന്നപ്പോൾ മരിച്ചു വീഴുന്നില്ല. അവരും അന്നേരമാണ് തിരിച്ചറിഞ്ഞ മാൾട്ടായിലെ തുരുത്തിന്റെ ദേശാധിപതിയുടെ മകളുണ്ട്, രോഗിയായിട്ട് കിടക്കുക, മകനോ മകളോ ഉണ്ടോ, അവിടേക്ക് കൊണ്ടുപോയി. അല്ല അവിടെ അപ്പനോ ആരുണ്ടെന്ന് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ മനുഷ്യൻ സുഖപ്പെട്ടു. പൗലോസ് മാൾട്ടായിലെ ഒരു അത്ഭുതം. അവിടെയുള്ളവരെല്ലാം മാൾട്ട ഇറ്റലിയുടെ തൊട്ട് താഴെയുള്ള ഒരു ഐലൻഡാണ്. അവിടെയുള്ളവരെല്ലാം ക്രിസ്ത്യാനികളായിട്ട് മാറി. പിന്നീടാണ് റോമിലേക്ക് പോകുന്നതും അവിടെ താമസിക്കുന്നതും ഒക്കെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നതും. അവിടെ വെച്ചാണ് പൗലോസ് റോമൻ പൗരനായതുകൊണ്ട് തല വെട്ടപ്പെടുന്നതും. യഹൂദനാണെങ്കിൽ ക്രൂശിക്കുമായിരുന്നു. റോമ പൗരനായതുകൊണ്ട് തല വെട്ടപ്പെടുന്നതും മരിക്കുന്നതും ഒക്കെ. അതിന്റെ പുറകെയാണ് പത്രോസ് റോമിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കത്തോലിക്ക സഭ റോമിലായിരിക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല. നമ്മളറിയണം,
പ്രിയമുള്ളവരെ, നമ്മളിത് പല കാര്യങ്ങളും അവിടെ നിന്നാണ് പത്രോസ് റോമിൽ നിന്ന് ആദ്യത്തെ മാർപ്പാമായിട്ട് റോമിലാണ് ആ മാർപ്പാ സഭയിൽ നിന്ന് തുടരുന്നത്. അതിൻ്റെ കാരണം അതാണ്. അന്ത്യോക്യയിലും അവിടെയൊക്കെ സഭ വാഴണം. പക്ഷെ റോമിലേക്കാണ് പൗലോസും ആ പുറകെയാണ് പത്രോസും പോയത്. അവിടെ രണ്ടുപേരും നമുക്കറിയാം കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായിട്ട് തീർന്നു. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത്, ഈ എന്തെല്ലാം സംഭവിച്ചാൽ ഇതുപോലെ തന്നെ പത്രോസ് അപ്പോസ്തലപ്രവൃത്തി 3 കാണുന്നുണ്ട്, മുടന്തന സൗഖ്യം അവിടെ അല്ലേ. 3-ാം മണിക്കൂർ പ്രാർത്ഥനയ്ക്കായി പോകുമ്പോൾ അവിടെ ഒരു മനുഷ്യന് ദേവാലയ വാതിക്കൽ ജന്മനാ മുടന്തനായി വേറൊരു മനുഷ്യൻ പത്രോസ് പോകുമ്പോൾ ആ മനുഷ്യനെ കണ്ടുകൊണ്ട് പറഞ്ഞ ചിന്തിച്ചാണ് പത്രോസും യോഹന്നാനോട് നോക്കിയിട്ട് പറഞ്ഞു, ഇതാ നിനക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല, ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ ഈ ഉള്ളിലുള്ളത് യേശുവിനെ നിനക്ക് തരുന്നു, എഴുന്നേക്കുക. നിന്റെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു, എഴുന്നേക്കുക, എൻ്റെ ഉള്ളിൽ ഇപ്പോൾ യേശുവാണ്, ഞാനല്ല, യേശുവാണ് നിന്റെ കൈ പിടിക്കുന്നത് ഇപ്പോൾ എന്ന് നല്ല ബോധ്യത്തോടെ പത്രോസ് അവൻ്റെ മേൽ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്കുള്ളത് യേശുവിൻ്റെ നാമത്തിൽ, പത്രോസിന്റെ നാമത്തിലെല്ലാം യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കുക. അവൻ എഴുന്നേറ്റ് നടന്നു. അവിടെയും അവർ വിചാരിച്ച് എന്തോ വലിയ അത്ഭുതം, ഇവർ വലിയ ദൈവങ്ങളാണെന്ന് അവിടെ പറയാൻ തുടങ്ങിയപ്പോൾ പത്രോസ് യോഹന്നാനും സൗഖ്യപ്പെട്ട മനുഷ്യന് ഈ പത്രോസിന് യോഹന്നാനും പുറകെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അവൻ്റെ ജീവിതത്തിൽ വലിയൊരു നടക്കാം. അവൻ ആ സൗഖ്യപ്പെട്ടവൻ പത്രോസിനെ, അപ്പോസ്തലപ്രവൃത്തി 3:11, അവൻ പത്രോസിനെയും യോഹന്നാനെയും വിട്ടുമാറാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ട് സോളമന്റെ മണ്ഡപത്തിൽ അവരുടെ അടുത്തു നിന്ന് ഓടിക്കൂടി. ഇത് കണ്ട പത്രോസ് അവരോട് പറഞ്ഞു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എന്തിനാ ഇതിൽ അത്ഭുതപ്പെടുന്നു? ഞങ്ങൾ സ്വന്തം ചിന്തിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 3:12, ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃതമോ കൊണ്ട് ഇവന് നടക്കാൻ കഴിവ് കൊടുത്തു എന്ന മട്ടിൽ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നത് എന്തിന്? ഇത് യേശുവിലുള്ള ഞങ്ങളുടെ അവൻ മരിച്ചുയർത്തുവെന്നും അവൻ ആത്മാവായി ഞങ്ങളിൽ നിന്ന് വസിക്കുന്നു എന്നുള്ള ആ വിശ്വാസം മൂലമാണ് ഇവൻ എഴുന്നേറ്റടക്കുന്നത്. ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു. അവരോട് പറയാണ്, യഹൂദരോട്, എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം, അവന്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന. പത്രോസിന്റെ നാമമല്ല, യോഹന്നാന്റെ നാമമല്ല, നമ്മുടെ ആരുടെയും നാമമല്ല, വേറൊരു നാമത്തിന് രക്ഷയില്ല. യേശുവിന്റെ നാമമല്ലാതെ ഈ ഭൂമിയിലെ രക്ഷയ്ക്കായി വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഒരു പേരും ആരുടെയും, ഭൂമിക്കും ആകാശത്തിനും ഭൂമിക്ക് അടിയിലോ ഭൂമിക്ക് മുകളിലോ സ്വർഗത്തിലോ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല രക്ഷയ്ക്കായി. ഇത് നമ്മുടെ ഉള്ളിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. അവിടെയാണ് നമ്മുടെ രക്ഷ. പ്രിയമുള്ളവരെ, മറ്റൊരുവൻ രക്ഷയിൽ, ആകാശത്തിന്റെ കീഴെ ഭൂമിയിൽ നമ്മുടെ രക്ഷയ്ക്കായി അവിടെ തന്നെയാണ് അപ്പോസ്തലപ്രവൃത്തി 4 പത്രോസ് വിളിച്ചു പറഞ്ഞത്. അവന്റെ നാമമാണ്, അവന്റെ നാമത്തിലുള്ള വിശ്വാസമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തുക. അവനിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത്. സഹോദരരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങൾ കഠിന ഹൃദയരാകുക. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, അനുദപിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ അവന് വന്ന് വസിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളെയും ഒരു നല്ല ക്രിസ്ത്യാനിയാക്കി മാറ്റും. പരിശുദ്ധ പരമാം ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.